അറിഞ്ഞില്ലേ എന്ത്? ഞാനൊരു പറഞ്ഞു എന്റെ കൂടെ മറ്റേ ജിമ്മിലെ ട്രെയിനർ പയ്യൻ എന്നെ ട്രെയിൻ ചെയ്തു. അപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അവൻ എന്റെ അടുത്ത് പറയാണ്, എന്താടാ എന്നാ എനിക്കൊരു സത്യം പറയാനുണ്ട്. ചേട്ടാ പണ്ടൊക്കെ ചേട്ടനെ കാണിച്ചിട്ട് അമ്മ ചോറ് തന്നോണ്ടിരിക്കും. അതില് കാര്യണ്ട് മെന്നെ. തെറ്റിദ്ധരിക്കരുത്. എന്ത് ചെയ്യാൻ ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി അങ്ങനെ ആയി പോയില്ലേ. കഴിച്ചോ കഴിച്ചോ കൂട്ടാ പേടിച്ചില്ലേ? ചെറുതായിട്ട് ഞാനാകെ മാറിയടാ വെറുതെ. അപ്പൊ ഞാനിങ്ങനെ അതെന്താ നീ പറഞ്ഞു? അല്ല ചേട്ടന്റെ ബില്ല് ചേട്ടൻ വരുമെന്നുള്ള പേടിയിലാണ്. എന്റെ കൈ ഓടിക്കില്ല സാറേ, എന്റെ കൈ ഓടിക്കില്ല. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ആ ചേട്ടനാണ് എന്റെ അടുത്ത് നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ ശരിയാണ്, 20-22 വയസ്സ് മുമ്പൊക്കെ സംഭവം നടന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താണ്. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ടും. എന്റെ മോള് ഇത് നടത്ത സമയത്ത് വാണി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോ സൂര്യ ടിവിയിലാണെങ്കിൽ ഞാൻ ഇതിൽ പെണ്ണ് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. അതിന് നിനക്കിതൊക്കെ പറഞ്ഞ എവിടെ മനസ്സിലാവാൻ. അപ്പൊ അത് കാണാന്ന് പറഞ്ഞ ഇപ്പഴത്തേക്ക് മാറ്റുമ്പോ ഇടിഞ്ചു പൊളിച്ച് താഴെ വീണ് ഇവിടെ. നായകന്മാർക്ക് വെടിവെച്ച് നിറങ്ങാനായിട്ട് ഔട്ട് ഓഫ് ബോക്സിലെ കുറച്ച് ജീവിതങ്ങൾ. അങ്ങനെ അത് മാറ്റി കൈരളിലേക്ക് പോകുമ്പോ അവിടെ അടുത്ത് കുത്തുകൊണ്ടാന്ന് പറയുന്ന സംഭവം സ്ഥിരാണല്ലേ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. അപ്പൊ കൊച്ചിന്റെ വിചാരം ബന്ധപ്പടി ഇത്തിരി ഞാൻ വിചാരിച്ച എന്റെ അച്ഛനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചെറ്റാണ്. ഏതെങ്കിലും മാറ്റിയിട്ട് ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.